അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ എരുന്തിറച്ചി അല്ലെങ്കിൽ കക്ക ഇറച്ചി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു അടിപൊളി റോസ്റ്റാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കിലോളം എരുന്താണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. ഇതിൻ്റെ ഉടുമ്പ് ചുവ മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് വാർത്ത് വയ്ക്കാം. ഈ സമയം ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചട്ടി, ഞാൻ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ ചിരവിയതിന് പകരം തേങ്ങ കൊത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ തേങ്ങ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് കരിഞ്ഞു പോകും. മൺചട്ടി ആയതുകൊണ്ട് ചൂട് നന്നായിട്ടുണ്ടാകും. കൈ എടുക്കാതെ മിക്സ് ചെയ്യാൻ വേണം. അതുപോലെ എല്ലാ സൈഡും ഒരുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ബ്രൗൺ കളർ ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് ഈ തേങ്ങയിൽ നിന്ന് ഈ വെളിച്ചെണ്ണ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വരികയും ചെയ്യും. ഇപ്പം നമ്മുടെ തേങ്ങ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വറ്റൽമുളക് വേണമെങ്കിൽ കൂട്ടാവുന്നതേ ഉള്ളൂ. ഞങ്ങൾക്കിവിടെ എരിവ് അധികം പറ്റത്തില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ചെറിയുള്ളി ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, കുക്ക് ചെയ്യണം. എങ്കിലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിക്ക് നമ്മൾ നന്നായിട്ട് വഴറ്റി അതൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളി പെട്ടെന്ന് കുക്കാവും ഇങ്ങനെ ആവുമ്പോൾ. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, അതായത് 6-7 വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതെല്ലാം ഒന്ന് കുക്കാവുന്നവരെ നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊരു 3 സെക്കൻഡ് അടച്ച് വെച്ചിട്ടും കൂടെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് സെറ്റായി കിട്ടും. അപ്പോഴാണ് നമ്മൾ ഈ കറിക്ക് ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ മസാല എല്ലാം ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ഞാനിതിലേക്ക് നമ്മുടെ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നത്, കാരണം മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം. എരിവ് വേണ്ടവർക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വലിയ ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 3 സെക്കൻഡ് ഞാനിതുപോലെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലകൾ ഒന്നുകൂടി ഒന്ന് നമുക്ക് സെറ്റായി കിട്ടും. ഇപ്പോൾ നമ്മുടെ മസാല എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള എരുന്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരുന്ത് നന്നായിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളൊരു 10 മിനിറ്റോളം എരുന്ത് നമുക്ക് വേവിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നന്നായിട്ട് ഈ മസാലയായിട്ട് ഈ എരുന്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എരുന്തിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഈ മസാല ചേരുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എരുന്ത് നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ എരുന്ത് ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഉപ്പ് നോക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് വേണമെങ്കിൽ കൂട്ടാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു അല്പം കരിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 3 മിനിറ്റോളം ഒന്നും കൂടെ അടച്ച് വെച്ച് നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നമ്മൾ എരുന്തിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. കഴിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.